ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാവേലിക്കര താലൂക്കിലെ തഴവ പഞ്ചായത്തിലെ ശ്രീ രമേശൻ പിള്ളയുടെ കൃഷിയിടത്തിലെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. അതിൻ്റെ തുടർ ദൃശ്യങ്ങളാണ് ഈ ആഴ്ചയിൽ. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. രമേഷിന് ചേന കുറേ ഉണ്ടല്ലോ. ചേന ഒരു 500 മൂട് ചേനയുണ്ട്. ഇത് നമ്മളെ തിരുവനന്തപുരം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് നമ്മളെ ശ്രീകാര്യം അവിടുന്ന് തന്നതാണ്. അത് ഈ പഞ്ചായത്തിൽ എല്ലാ ഒരു 150 പേർക്കുണ്ടായിരുന്നു. അത് കിട്ടി. അത് അതിൻ്റെ വിത്ത് തന്നു. പിന്നെ അത് പരിചരിക്കാനും അതിന് വളമിടാനും എല്ലാത്തിനും കൂലി ഇനത്തിനും എല്ലാം കൂടെ ഒരു 16,000 രൂപ തന്നിട്ടുണ്ട്. അവർ വന്ന് നോക്കി നല്ല രീതിയിൽ നമ്മളിത് നട്ട് അവർ പറഞ്ഞ രീതിയിൽ തന്നെ 3 അടി അകലത്തിൽ ഒരു 1/2 കിലോയ്ക്കകത്ത് ഒരു വിത്തുകളാണ് നട്ടത്. അതായത് 250 കിലോ വിത്ത്. അങ്ങനെ മുറിച്ചാണോ? അല്ലാതാണ് ഒരു 250 കിലോ ചേന. നമ്മളത് വിത്താക്കി ഒരു 500 മൂട് ആക്കി അത് നട്ടു. ആദ്യം ചാണകം ഈ പറഞ്ഞ കണക്ക് തന്നെ മാസമായിട്ടുണ്ട്. ഇതിപ്പം 6.5 മാസം. 8 മാസം ആകുമ്പോൾ 1.5 മാസം വൃശ്ചികത്തോട് നമുക്ക് പറിക്കാം. അത് ഓരോ ഗുണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഗവേഷണത്തിൽ നിന്ന് തിരിഞ്ഞ് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. കാര്യം ഇത് എണ്ണ ഒന്നും വേണ്ട, ഇത് ഫ്രൈ ചെയ്യാം എന്നാണ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ. നല്ല ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി ഏറ്റവും നല്ല ഇനങ്ങൾ ആണല്ലോ അതിൻ്റെ വലിയ ഓഫീസർമാരൊക്കെ ഇവിടെ വന്നു. നമ്മളെ ഇതെല്ലാം കണ്ട്. അത് ഈ ആത്മാക്കാരാണോ? ആത്മാടെ അല്ല, അത് നമ്മളെ കൃഷി ഭവന് മുഖാന്തരം നമ്മളെ തഴവ കൃഷി നേരിട്ട് നമ്മളെ ബന്ധപ്പെട്ടതാണ്. നമ്മളെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിഭവൻ വഴിയാണ് നമുക്ക് റിസർച്ച് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അല്ല, ഇത് ഈ തഴവ കേരളത്തിലെ 2 പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ. അവരൊരു പരീക്ഷണാടിസ്ഥാനം ചെയ്തുകൊണ്ട് വരിക. ഒരാൾക്കൊരു 500 ചേന മൂട്. ഈ ചേന നട്ടത് എങ്ങനെയാണ്? നമ്മൾ തടം ഈ പറഞ്ഞ കണക്ക് തടമെടുത്ത് ഒരു 3 പറഞ്ഞത് 3 കിലോ ചാണകം, 3 കിലോ ചാണകപ്പൊടി, പൊടി ഇട്ടു. നല്ല രീതിയിൽ അതിനു മുമ്പ് കുറച്ച് ഞാൻ ഈ കുമ്മായം, കുറച്ച് കുമ്മായം കുറച്ച് ഇട്ടായിരുന്നു. തടമെടുത്ത് തന്നെ വൃത്തിയാക്കി ചാണകവും ഇട്ടു.
നല്ല രീതിയിൽ ഇളക്കി. കുമ്മായോട്ട് എത്ര ദിവസം കഴിഞ്ഞ ആള്? ഒരു 2-3 ദിവസം, 4-5 ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ നട്ട് പിന്നെ മണ്ണടിപ്പിച്ച് നല്ലോണം ഉറപ്പിച്ചു. കിളിച്ചതിന് ശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചാണകം ഇട്ട് ചപ്പി പച്ചച്ചാണകമല്ല, നമ്മൾ ചാണകം ഇട്ട് ചവറിട്ട് നാടൻ രീതിയിൽ അല്ല ചാണകമല്ല, നമ്മളെ ഉണക്കച്ചാണകം വെച്ച് ചവറ് വെച്ച് നല്ല രീതിയിൽ മണ്ണ് കൂനെ കൂട്ടി ഇട്ട്. പക്ഷേ പോച്ച ഈ മഴയത്ത് ആയതുകൊണ്ട് ഭയങ്കരമായ പോച്ച വല്ലാതെ കയറും. അത് പിന്നെയും ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെത്തി നല്ല രീതിയിൽ അടുപ്പിച്ച്. പക്ഷേ വീണ്ടും ഇപ്പം ഈ മഴ ഒരു 2 മാസം വീണ്ടും ചാണകം വെച്ചില്ല, ചവറ് വെച്ചു ഇട്ടടുപ്പിച്ചു. 2 പ്രാവശ്യം. വേറെ യാതൊരു വിധ രാസവളങ്ങളും ഒന്നുമില്ല, യൂറിയ പൊട്ടാഷ് വേറെ ഒന്നും രാസവളങ്ങളായിട്ടുള്ള യാതൊന്നും ഇട്ടിട്ടില്ല. അത് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് കൊടുക്കരുത്, ഇതിൻ്റെ വിത്ത് അവർ തിരിച്ചെടുത്തോളാണ് എടുത്തിട്ട് ഇത് വേറെ കർഷകർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള കാച്ചിലുണ്ട്. അത് ഈ ട്യൂബർകുലോസിന്റെ അവിടുത്തെ അല്ല, നമ്മളെ സാധാരണ നാടൻ കാച്ചിലാണ്. കാച്ചിൽ അത് കുറച്ചുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് ഇഞ്ചി നട്ടിട്ടുണ്ട്. രമേശൻ പിള്ളയുടെ ശ്രീമതിയാണല്ലേ? ശ്രീമതിയാണ്. ഞാൻ വിചാരിക്കരുത് എന്താണ് ഇതിലോട്ടൊക്കെ കടൽ വരാത്തത്. അദ്ദേഹത്തിന് നടക്കാനൊക്കെ ചെറിയ ശകലം വിഷമമുണ്ട്. നമ്മൾ ഈ വിഷമങ്ങളൊക്കെ തരണം ചെയ്തല്ലേ മുമ്പോട്ട് പോകുന്നത്. കുട്ടികളൊക്കെ എത്ര പേരുണ്ട്? 2 പേര്. 2 പേര്. ഇപ്പം കൃഷിയാണ്. അല്ല, കൃഷി നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്, നമുക്കൊന്നും ചിന്തിക്കണ്ട. ഒരു സന്തോഷത്തിൻ്റെ കാര്യം തന്നെയാണ് കൃഷി. ഈ ഇഞ്ചി എന്താണ് ഇഞ്ചിയാണ്? നമ്മളെ സാധാരണ ആയിട്ട് മേടിച്ച് വാങ്ങിച്ച് നട്ടതാ ഇല്ലേ? ഇപ്പൊ പറിക്കാറായോ? ഇനിയിപ്പം കറക്റ്റ് 2 മാസം. ഇപ്പൊ ഒരു മൂടൊന്ന് പറിച്ച് കാണിക്കാമോ? വിളഞ്ഞില്ല, ആയി വരുന്നേ ഉള്ളൂ. വിളഞ്ഞിട്ടില്ല. അതിനകത്ത് ഇഞ്ചി ഇരിപ്പുണ്ട്. അതിനകത്ത് സാരമില്ല, ആയി വരുന്നതേ ഉള്ളൂ. നല്ല സ്പൈസി നല്ല ഇഞ്ചിക്ക് വലിയ രോഗങ്ങളൊന്നുമില്ല. ആരോഗ്യമായിട്ട് നല്ല അപ്പം പിന്നെ ഇതിനിടയ്ക്ക് എല്ലാം ഉണ്ട് മൊത്തത്തിലുള്ള. അതിനിടയ്ക്ക് വാഴ നമ്മൾ പുറത്ത് വന്ന വീണ്ടും ഏത്ത വാഴ. ഞങ്ങൾ വലിയ കൃഷിക്കാരൊന്നും അല്ലായിരുന്നു, ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പോഴും വലുതായിട്ടൊന്നും അങ്ങനൊന്നും അറിയുന്നതല്ല. എനിക്ക് പിന്നെ എന്റെ വീട്ടില് ചെയ്ത് കണ്ടുള്ള ഒരു ഇതൊക്കെ. എന്റെ വീട് ഇവിടെ കുറ്റപ്പുറത്ത് തന്നെ. എന്റെ അഞ്ചാലമ്പൂർ അമ്പലത്തിനടുത്ത് തന്നെ. അല്ല, ഇപ്പൊ പക്ഷേ എല്ലാ കൃഷികളും ഉണ്ടല്ലോ ഇവിടെ. എല്ലാ സാമാന്യം നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിനും ഇതൊന്നും പോരാ. അല്ല, ആ വിചാരം വേണം, അപ്പോഴാ കൃഷി നന്നാവുക. ഇത് പോരാ, ഇത് മൊത്തം ഒരു സ്ഥലം പോലും വേസ്റ്റ് ഇല്ലാതെ ചെയ്യണം. ഇനി വെട്ടിയമ്പോ നിൽക്കുന്നു. വെട്ടിയമ്പോ ഒരു വലിയ ലാഭമുള്ള സാധനമാണ്. ആദ്യം നട്ടത് ശരിയായില്ലായിരുന്നു. പിന്നെ ഇപ്പം എലിയുടെ അടുക്കുന്ന രക്ഷപ്പെട്ട് കിട്ടിയ വെട്ടിയമ്പോ നല്ല ലാഭമാണ്. എല്ലാ കാലത്തും നല്ല വിലയാ. കീടരോഗങ്ങളൊന്നുമില്ല. കഴിക്കുന്നതിന് സ്വാദൊക്കെയാണ്. വളർത്താനും ഒന്നും വലിയ പാടില്ല. ഇവിടെ കൂടുതലും നമ്മൾ എല്ലാ ദിവസവും കൂടുതൽ ജോലിയും ചെയ്യുന്നത് വാഴക്കൂമ്പ് തോരനും പിണ്ടി തോരനും എല്ലാം നമ്മളിവിടെ ഉള്ള മിക്കവാറൊക്കെ ഉണ്ട് മീനിന്റെ പരിപാടിയൊക്കെ. ഞാനും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറിയും നട്ടു വളർത്തുന്നതാണ്.
പച്ചക്കറി മേടിക്കലില്ല. ഞങ്ങളും അതൊക്കെ തന്നെ. പിന്നെ സവാള ഉള്ളിയൊക്കെ ഉള്ളു മേടിക്കും. അതെ അതെ. ഇവളെന്ത് പശുവാണ് ഇത്? ജേഴ്സി അല്ലേ? വഴക്കൊന്നുമില്ല അല്ലേ? ഇല്ല, കുഴപ്പമില്ല. ജേഴ്സി ഇപ്പോൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആവും. പക്ഷേ ചന പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. ആയില്ലേ? ആണോടി? അവള് സ്നേഹമായിട്ടാ, വഴക്കാളിയല്ല. നല്ല ആള് പാവമാണ്. പക്ഷേ ഇപ്പോഴാണ് ഇപ്പം വെറ്ററിനറി ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ച് ഇപ്പോൾ ഒരു മാസം ഇപ്പോൾ കുത്തിവെച്ച് നിർത്തിയിരിക്കുക. ചന പിടിച്ച് കാണുമായിരിക്കും. ഒരു മാസം കഴിഞ്ഞു. നല്ല സൗകര്യമാണല്ലോ പശുക്കളെ കൂടുതൽ നിർത്താൻ. വാങ്ങിക്കണം. ഇച്ചിരി ഫൈനാൻസിന്റെ ഉണ്ട്. കാരണം ഇങ്ങനെ നല്ലൊരു എരുത്തിൽ നല്ല രീതിയിലാണ്. ഗംഭീര എഴുത്തിലല്ലേ? 10 പശു സുഖമായിട്ട് നിർത്താം. അപ്പം അത് നിർത്തണം. അതിനുവേണ്ടിയായി. എന്നാലും നമ്മൾ ആ മെനക്കെടുന്നതിന് ഒരു പ്രയോജനമാവുള്ളൂ. പിന്നെ പോരാത്തതിന് ഇപ്പൊ പാലിനൊക്കെ നല്ല വില. പഴയ പോലെയല്ല. ഇപ്പൊ പശു വളർത്തൽ അങ്ങനെ നഷ്ടമൊന്നുമില്ല. ഇപ്പം ഈ നമ്മളെ ഉപയോഗത്തിൽ കഴിഞ്ഞ് തന്നെ കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ അതിന് കൊടുക്കാനുള്ള കുഴപ്പമൊന്നുമില്ല. പിന്നെ പശു അല്ലാണ്ട് മറ്റു ജീവികൾ എന്തൊക്കെയുള്ളത്? ആടുണ്ട്, പിന്നെ ടർക്കിയുണ്ട്, യമു ഉണ്ടായിരുന്നു. പക്ഷേ യമുനെ നമ്മൾ കൊടുത്തു. പിന്നെ മുയലുണ്ട്, പിന്നെ അലങ്കാര പ്രാവുകളുണ്ട്, പിന്നെ കോഴി ഉണ്ടായിരുന്നു. കോഴി ഇപ്പം കുറച്ചെണ്ണത്തിന് ഇപ്പോൾ ഇവിടെ ഈ ശല്യമുണ്ട്, പട്ടി ശല്യമുണ്ട്. തുറന്നിട്ട് വളർത്താൻ തന്നെ പറ്റത്തില്ല. ഇനിയിപ്പം കൂട് സെപ്പറേറ്റ് ഒരെണ്ണം. അത്യാവശ്യത്തിന് എല്ലാ സാധനങ്ങളും ഉണ്ട്. ടർക്കിയുണ്ട്. ഗിനി ഉണ്ടായിരുന്നു. അതും ഭയങ്കര, അത് പറന്നങ്ങ് ഭയങ്കര ശല്യമാണ്. അത് കാരണം പിന്നെ അത് ഞങ്ങൾ പിന്നെ ഗിനിക്കോഴി ഉണ്ടെങ്കിൽ പാമ്പ് വരില്ല എന്ന് പറയും. അതിന്റെ സൗണ്ട്, നടക്കുമ്പോൾ സൗണ്ട് പാമ്പിനെ പേടിപ്പിക്കുക പറയുന്നത്. രമേഷേ, മാഡം പറഞ്ഞിരിക്കണ അടുത്ത കൊല്ലത്ത് ഈ കൃഷി ഇതിലുമൊക്കെ ഭംഗിയാക്കും. 100% നമുക്ക് ലാഭമല്ല. ഇപ്പൊ നല്ല ഭംഗിയാണ് കേട്ടോ. അതിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മനസ്സുണ്ട്. തീർച്ചയായിട്ടും അത് സാധിക്കും. ആരോഗ്യമൊക്കെ തരും, ഒരു സംശയമില്ല കേട്ടോ. ഏതായാലും കൂടുതൽ നന്നായി വരട്ടെ, നല്ല ഭാവി ഉണ്ടാവട്ടെ. വരുമ്പോൾ പച്ചക്കറി എല്ലാം.
ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.